Hello guys, welcome to my channel. Today we are going to make some പരിപ്പ് കറി. പരിപ്പ് കറി ഉണ്ടാക്കാൻ വലിയ എളുപ്പമുള്ള സാധനമാണ്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉഡായിപ്പ് പരിപ്പ് കറിയാണ്. ആദ്യം ഞാൻ ചെയ്തത് കുറച്ച് പരിപ്പെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് കുറച്ച് നേരം പരിപ്പൊക്കെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസൊന്നും വയറ്റിലുണ്ടാവത്തില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല എന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഒരു അരമണിക്കൂർ വെച്ചു. എന്നിട്ട് ഞാനിത് ബോയിൽ ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഇതിന് ഞാൻ എടുക്കുന്നത് ഒരു സവാളയും കുറച്ച് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയാണ് യൂഷ്വലി ഇതിന് ഫ്ലേവർ കൊടുക്കുന്നതെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനും ഇത് നൈസായിട്ടൊരു കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ നൈഫിൻ്റെ മൂർച്ച കൂട്ടാൻ പോയതാണ്. അതാണ് എൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കലാപരിപാടി നടന്നത്. പിന്നെ ഞാൻ എൻ്റെ വെജീസ് എല്ലാം ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. യൂഷ്വലി ഞാൻ റെഡ് ഒനിയൻസേ വാങ്ങിക്കാറുള്ളായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വൈറ്റ് ഒനിയൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയാണ് ഇപ്രാവശ്യം വൈറ്റ് ഒനിയൻ വാങ്ങിച്ചത്. രണ്ടും വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. റെഡ് ഒനിയൻ കുറച്ചുകൂടെ സ്ട്രോങ് ഫ്ലേവർ തരുന്നുണ്ട്. ഈ വൈറ്റ് ഒനിയൻ എന്ന് പറയുന്നത് സ്വീറ്റ് ഒനിയൻ എന്ന് ഇതിനെ പറയും. അപ്പോൾ കുറച്ചുകൂടെ മധുരം കൂടുതലായിരിക്കും കറി വെക്കുമ്പോൾ ഇതിന്. അതുകൊണ്ടാണ് യൂഷ്വലി വൈറ്റ് ഒനിയൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിത് നൈസായിട്ട് അതിനകത്തെ ആ പച്ച ഐറ്റംസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ജസ്റ്റ് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും ചോപ്പ് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കിച്ചണിൽ കുറേ പാത്രം കാണും കഴുകാനായിട്ട്. അപ്പം ഞാൻ മുമ്പേ ചായ ഉണ്ടാക്കി കുടിച്ച പാത്രം കുറച്ച് സ്പൂൺസും കാര്യങ്ങളും എല്ലാം അതിനകത്ത് കിടപ്പുണ്ടായി. ഞാൻ അപ്പോൾ വിചാരിച്ചു എന്തായാലും പരിപ്പ് വേഗം കുറച്ച് സമയം എടുക്കും, ആ സമയം കൊണ്ട് കുറച്ച് പാത്രമൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കിയേക്കാന്ന് വെച്ച്. സത്യം പറഞ്ഞാൽ കാനഡയിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ പല കാര്യങ്ങളും ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ നല്ലോണം പഠിച്ചത്. അറിയായിരുന്നു കുക്ക് ചെയ്യാൻ, അടുക്കളയിൽ കയറി അമ്മയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു പരിചയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും തനിയെ ചെയ്യാൻ പഠിച്ച്, ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും പഠിച്ചെടുക്കേണ്ടി വന്ന് അങ്ങനെയൊക്കെ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ പരിപ്പ് തിളച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വൈറ്റ് സംഭവം ഇങ്ങനെ തിളച്ച് വരും. എനിക്കതിൻ്റെ എന്താണെന്ന് അതിൻ്റെ കറക്റ്റായിട്ട് അറിയത്തില്ല. സോ ഞാനത് കുറച്ചിങ്ങനെ സ്പൂണിലിട്ട് ഇങ്ങനെ കുറച്ച് കോരി കളഞ്ഞ് എന്നിട്ട് കുറേ മസാലാസൊക്കെ ചേർത്ത് നമ്മുടെ കറി സെറ്റാക്കി എടുത്ത്. പരിപ്പ് കറി സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 2 പപ്പടവും കൂടെ ചുട്ടെടുത്ത് പിന്നെ കുറച്ച് തൈരുമായിട്ട് പിന്നെ എന്ത് വേണമല്ലേ. ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മുടെ അടുത്തുള്ള ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ കാനഡയിൽ പ്രത്യേകിച്ച് നമ്മൾ മഴയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എല്ലാം നല്ല വൃത്തിയായിട്ടൊക്കെ കിടക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയും നല്ല എസ്തെറ്റിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഭംഗിയായതെല്ലാം കാണാനായിട്ട്. കഴിഞ്ഞ ദിവസം വരെ ഭയങ്കര ചൂടായിട്ട് നമുക്ക് വെളിയിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നമ്മൾ ഇന്ത്യയിൽ നിന്ന് നല്ല ചൂട് കൊണ്ടിട്ട് കയറി വന്നതാണെങ്കിൽ പോലും കാനഡയിൽ വന്നു കഴിയുമ്പോൾ ഈ ചൂട് നമുക്ക് താങ്ങാനേ പറ്റത്തില്ല. അത് ഇവിടുത്തെ ചൂടിൻ്റെ പ്രത്യേകതയാണോ അതേ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണോ എന്താണെന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ. അതുകൊണ്ട് നമ്മൾ ഫുള്ള് സൺസ്ക്രീനൊക്കെ ഇട്ട് നടക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ ടാൻ അടിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും ഇവിടുത്തെ വെയിൽ നമ്മൾ കൊണ്ട് ടാനായി പോകുന്നത്. അതുകൊണ്ട് മാക്സിമം നമ്മുടെ ബോഡി എല്ലാം കവർ ചെയ്തൊക്കെ നടക്കാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും കോട പിടിച്ചിട്ട് നടക്കുമോ അല്ലെങ്കിൽ കയ്യിൽ മറ്റേ സ്ലീവ് ഫുള്ളുള്ള ഡ്രസ്സ് ഇടുവോ അങ്ങനെയൊക്കെ ചെയ്തിട്ടേ നടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ടാൻ അടിച്ച് നമ്മൾ ഒന്നുകൂടെ കളർ മാറിപ്പോവും. സൺഡേ ആയി കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ കടയെല്ലാം നേരത്തെ അടയ്ക്കും. നേരത്തെ ഞങ്ങൾ വേറൊരു സ്ഥലത്തായിരുന്നു നിന്നിരുന്നത്.
അവിടെ കടകളൊക്കെ അത്യാവശ്യം 10 മണിയായാലും ക്ലോസ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സൺഡേ ആകുമ്പോൾ കടയെല്ലാം വേഗം അടയ്ക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ ഉച്ചയ്ക്ക് മുന്നേ നമ്മൾ സാധനമെല്ലാം വാങ്ങിക്കാനായിട്ട് ഇറങ്ങി. കാരണം നമ്മൾ സൺഡേ അത്യാവശ്യം റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കടയെല്ലാം ക്ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അവിടെ എവിടെയൊക്കെ നടന്ന് കുറേ സാധനങ്ങൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുമായിരുന്നു. ഇപ്രാവശ്യം ഫിഷും കാര്യങ്ങളൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഇനി ഞാൻ ഇന്ന് പോയി വാങ്ങിയ കുറച്ച് ഐറ്റംസൊക്കെ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലെ ബീൻസ് ഇവിടെ കിട്ടുമായിരുന്നു, അത് ഓർഗാനിക്കാണ് ഞാൻ വാങ്ങിച്ചത്. കുറച്ച് എഗ്സ് വാങ്ങി, ഓർഗാനിക് ടൊമാറ്റോ വാങ്ങി, പിന്നെ കുറച്ച് ചെറീസ് വാങ്ങിച്ചു. അത് ഓഫറിനുണ്ടായിരുന്നു, അപ്പോൾ സെയിൽസിന് കിടന്നുകൊണ്ട് ഞാനത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് പൊട്ടാറ്റോസ് വാങ്ങി. കൂടുതൽ വെജീസ് ഫ്രൂട്ട്സും കാര്യങ്ങളും വാങ്ങിക്കാനാണ് ഞാൻ ശ്രദ്ധിച്ചത്. കുറച്ച് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാമല്ലോ. പിന്നെ നമ്മുടെ നാട്ടിലെ കറി ലീവ്സ് ഉണ്ടായിരുന്നു, പിന്നെ മിൽക്ക് ഉണ്ടായിരുന്നു. 3% ഈ നാച്ചുറലിൻ്റെ മിൽക്കാണ് ഞാൻ എപ്പോഴും വാങ്ങുന്നത്, കാരണം നമ്മുടെ നാട്ടിലെ അത്രയും കൊഴുപ്പൊക്കെ തന്നെ ഈ മിൽക്കിന് കിട്ടും. പിന്നെ ഇത് പീച്ചസ് ആണ്, ഇതും ഓർഗാനിക് തന്നെയാണ്. ഇതും ഞാൻ ഒരെണ്ണം എടുത്തായിരുന്നു. ഓർഗാനിക് കുക്കുമ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലെ ചെറുപയർ തോരനും പരിപ്പറിയൊക്കെ വെക്കുന്നതിന് ഇത് നല്ലതാണ്, അതുകൊണ്ട് ഞാനിത് എടുത്തു. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തു, പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തു. നമ്മുടെ സ്ഥിരം കിച്ചണിലെ ആൾക്കാരാണല്ലോ ഇവരെല്ലാം. പിന്നെ കുറച്ച് തോരനൊക്കെ വെക്കാമല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഒരു ക്യാബേജും എടുത്തായിരുന്നു. പിന്നെ ഞാൻ റെഡ് ഒനിയനും കൂടെ എടുത്തു. നമ്മുടെ വൈറ്റ് ഒനിയൻ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് റെഡ് ഒനിയൻ എടുത്തു. പിന്നെ കുറച്ച് ഷ്രിമ്പും കൂടെ എടുത്തു. നമ്മുടെ നാട്ടിലെ കൊഞ്ച്, ഇത് ഓൾറെഡി കുക്ക്ഡാണ്, സോ അതുകൊണ്ട് ഞാൻ ഇതും എടുത്തത്. പിന്നെ ഞാൻ കുറച്ച് മിനി ക്യുക്കുംബേഴ്സ് എടുത്തു, ഇതും ഓർഗാനിക്കാണ്. പിന്നെ കുറച്ച് കടല എടുത്തു, കടലക്കറിയൊക്കെ വെക്കാമല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് വെളുത്തുള്ളി എടുത്തു. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് ഗ്രോസറി ഷോപ്പിങ്ങിനും പോയപ്പോൾ വാങ്ങിച്ചത്.